ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിളിൽ മുന്നേ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. ഇവരുടെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഒരു സ്പോറോഫൈറ്റ് ആണ്. അതായത് നമ്മൾ ഇവരുടെ ലൈഫ് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇവരുടെ ലൈഫ് സൈക്കിളിലെ പ്രൊമിനന്റ് ഫേസ് അല്ലെങ്കിൽ ഡൊമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു സ്പോറോഫൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്ലാൻ ബോഡി എന്താണ്? ഒരു സ്പോറോഫൈറ്റ് ആണ്. ഈ സ്പോറോഫൈറ്റിൽ നിന്നാണ് സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോറോഫൈറ്റിൽ നിന്ന് സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യും. സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് എന്താ? സ്പോർ ബിയറിംഗ് സ്ട്രക്ചർ ആണ്. സ്പോറുകൾ കാണപ്പെടുന്ന, സ്പോറുകൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്പൊറാഞ്ചിയ. ഓക്കെ, ഇനി സ്പോർ മദർ സെല്ലിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കിവിടെ സ്പോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം പറയണം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഫിൽ എന്ന് പറയുന്ന ടേം ലീവ്സിനോട് കണക്റ്റഡ് ആണ്. അപ്പോൾ സ്പോറോഫിൽ എന്തായിരിക്കും? സ്പൊറാഞ്ചിയ കാണപ്പെടുന്ന അല്ലെങ്കിൽ സ്പൊറാൻഡിയ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ലീഫിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പോറോഫിൽ. സ്പൊറാഞ്ചിയ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലീഫിനെ വിളിക്കുന്ന പേരാണ് സ്പോറോഫിൽ. ചില സ്പീഷീസിൽ, സെലാജിനെല്ല, ഇക്വിസിറ്റം പോലെയുള്ള സ്പീഷീസിൽ ഈ സ്പോറോഫിൽസ് കൂടിച്ചേർന്ന് ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. സ്പോറോഫിൽസ് എല്ലാം കൂടിച്ചേർന്ന് അതിൻ്റെ എല്ലാം ഒരു ഗ്രൂപ്പ്, ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺസ്. ടെക്സ്റ്റ് ബുക്കിൽ സ്ട്രോബിലൈ എന്ന് കാണാം. സ്ട്രോബിലസിന്റെ പ്ലൂറൽ ആണ് എന്ത്? സ്ട്രോബിലൈ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? സ്പോറോഫിൽസ് കൂടി ചേർന്ന് സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺസ് ആയിട്ട് മാറും. സെലാജിനല്ല, ഇക്വിസിറ്റം പോലെയുള്ള സ്പീഷീസിൽ. ഓക്കെ, അപ്പം എവിടെ എത്തി? സ്പോറോഫൈറ്റിൽ നിന്ന് സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്തു. ആ സ്പൊറാഞ്ചിയയിലാണ് സ്പോർ മദർ സെൽസ് കാണുന്നത്. സ്പൊറാഞ്ചിയയിൽ സ്പോർ മദർ സെൽസ് കാണുന്നു. അതിന് ഈ സ്പോർ മദർ സെൽസിന് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് സ്പോറുകൾ ഫോം ചെയ്യും. ഹെപ്ലോയിഡ് കണ്ടീഷനിലുള്ള സ്പോറുകൾ ഫോം ചെയ്യും. ആ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് പ്രോതാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും. സ്പോർസ് ജെർമിനേറ്റ് ചെയ്യും, പ്രോതാലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറും. ഈ ടെറിഡോഫൈറ്റിന്റെ കേസിലെ ഗ്യാമറ്റോഫൈറ്റ് ആണ് ആര്? പ്രോതാലസ്. ഈ പ്രോതാലസ് ആണ് ഗ്യാമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെറിഡോഫൈറ്റിന്റെ ഗ്യാമറ്റോഫൈറ്റ് ആണ് പ്രോതാലസ്. ഈ പ്രോതാലസ്, ഇവരുടെ ഈ ഗ്യാമറ്റോഫൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂളായിട്ടുള്ള, മോയിസ്റ്റ് ആയിട്ടുള്ള പ്ലേസസിലാണ് ഈ ഗ്യാമറ്റോഫൈറ്റ്, നമ്മുടെ ഈ പ്രോതാലസ് കാണാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത്, ഇവരുടെ റീപ്രൊഡക്ഷന്റെ സമയത്ത് വാട്ടർ ആവശ്യമാണ്. എങ്ങനെയാണെന്ന് നോക്കൂ. അപ്പോൾ പ്രോതാലസ് ആണ് എന്ത്? ഗ്യാമറ്റോഫൈറ്റ്. പ്രോതാലസിലാണ് സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ആന്തരീഡിയവും ആർക്കിഗോണിയവും കാണാം. ആന്തരീഡിയം ആന്തറോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആർക്കിഗോണിയം എഗ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ ആന്തറോസോയിഡ്സ് വാട്ടറിലൂടെയാണ് എഗ്ഗിൻ്റെ അടുത്ത് എത്തുക, ആർക്കിഗോണിയത്തിൻ്റെ അടുത്ത് എത്തുന്നത്. അവിടെ വെച്ച്, ആർക്കിഗോണിയത്തിൻ്റെ അവിടെ വെച്ച് ഇവർ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ട് പിന്നീട് എന്തായിട്ട് മാറും? സ്പോറോഫൈറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിൾ. ഇനി നമുക്കൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. മോസ്റ്റ് ഓഫ് ദി ടെറിഡോഫൈറ്റ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ഒരുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക, സെയിം കൈൻഡ് ആയിരിക്കും. അതായത് അത് ഹോമോസ്പോറസ് ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ സെലാജിനെല്ല, സാൽവീനിയ പോലെയുള്ള സ്പീഷീസിൽ രണ്ട് തരത്തിലുള്ള സ്പോറുകൾ ഫോം ചെയ്യാം. സെലാജിനെല്ല, സാൽവീനിയ പോലെയുള്ള സ്പീഷീസിൽ രണ്ട് തരത്തിലുള്ള സ്പോറുകൾ ഫോം ചെയ്യാം. അതായത് ഒരു വലിയ സ്പോറും ചെറിയ സ്പോറും, ഒരു മാക്രോസ്പോർ അല്ലെങ്കിൽ ഒരു മെഗാസ്പോറും ഒരു മൈക്രോസ്പോറും ഫോം ചെയ്യുന്നു. എന്നിട്ട് ഈ മെഗാസ്പോർ ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയും ഈ മൈക്രോസ്പോർ ഒരു മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടും മാറും. മാക്രോസ്പോർ ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടും മൈക്രോസ്പോർ ഒരു മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടും മാറും. ഇനി ഈ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്, ഇങ്ങനെ ഹെട്രോസ്പോറസ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് പാരന്റ് സ്പോറോഫൈറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണാം. അതിനോട് പറ്റി പിടിച്ചെന്നെ കാണുമ്പോൾ അതൊന്നും വേർതിരിഞ്ഞു പോവില്ല. അപ്പൊ അവരിൽ, ഈ ഹെട്രോസ്പോറസ് കണ്ടീഷനിൽ ഉള്ള അവരിൽ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നത് ഈ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിനുള്ളിൽ വെച്ചിട്ട് തന്നെയാണ്. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് എന്താകുക?
സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറാം. അപ്പം പ്ലാന്റ് എവല്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആണിത്, ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണല്ലോ. പ്ലാന്റ് എവല്യൂഷൻ്റെ നമ്മൾ ആ പ്ലാന്റ് എവല്യൂഷൻ മനസ്സിലാക്കുന്ന സമയത്ത് സീഡ് ഹാബിറ്റിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇനി അടുത്തത് പഠിക്കാനുള്ള ജിംനോസ്പെർം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നുകൂടെ ക്ലിയർ ആകും. അപ്പോൾ ഇത്രയാണ് ടെറിഡോഫൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ. ഇപ്പോൾ ലൈഫ് സൈക്കിൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ടെറിഡോഫൈറ്റിനെ വീണ്ടും 4 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 4 ക്ലാസ്സസ് ആണ് സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സിനോപ്സിഡ ആൻഡ് ടെറോപ്സിഡ. അപ്പോൾ ആ ക്ലാസ്സും അതിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് ശ്രദ്ധിക്കാൻ നോക്കാം. അപ്പോൾ സൈലോപ്സിഡ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സൈലോട്ടം. സൈലോട്ടം. അടുത്തത് നോക്കുക ലൈക്കോപ്സിഡയ്ക്ക് എക്സാമ്പിൾ 2 എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്, സെലാജിനെല്ല ആൻഡ് ലൈക്കോപോഡിയം. അപ്പോൾ ലൈക്കോപ്സിഡ, സെലാജിനെല്ല ആൻഡ് ലൈക്കോപോഡിയം. അടുത്തത് നോക്കുക സിനോപ്സിഡയുടെ എക്സാമ്പിൾ ഇക്യുസീറ്റം. ഇക്യുസീറ്റം. അടുത്തത് ടെറോപ്സിഡയ്ക്ക് എക്സാമ്പിൾസ് നോക്കുക, ഡ്രയോപ്റ്റെറീസ്, ടെറീസ്, അട്ടിയാൻറ്റം. ഇത് 3ആണ് ടെറോപ്സിഡ എന്ന് പറഞ്ഞ ക്ലാസസിൻ്റെ എക്സാമ്പിളാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഈ ക്ലാസ്സസും അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കണം. മാച്ച് ദി ഫോളോയിങ് ആയിട്ടും ഓഡ് അവൺ ഔട്ട് ആയിട്ടും ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് ടെറിഡോഫൈറ്റിൻ്റെ ക്ലാസ്സസ്. ഇനി ഫൈനലായിട്ട് നമുക്ക് ടെറിഡോഫൈറ്റിൻ്റെ ഒരു 4 യൂസസ് കൂടെ പറയാനുണ്ട്. ആദ്യത്തെ യൂസ് പറയുന്നത് ദേ ആർ യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസസിന് വേണ്ടി നമുക്ക് ടെറിഡോഫൈറ്റ്സിനെ യൂസ് ചെയ്യാം. രണ്ടാമത്തത് അവർ സോയിൽ ബൈൻഡേഴ്സ് ആണ്. മൂന്നാമത്തത് ഓർണമെന്റൽ പർപ്പസസിന് വേണ്ടിയും ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും നമുക്ക് ടെറിഡോഫൈറ്റിനെ യൂസ് ചെയ്യാം. കാരണം അതിൻ്റെ ചെടിയുടെ ഇലക്കൊക്കെ ഒരു പ്രത്യേക ഷേപ്പൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഓർണമെന്റൽ പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അടുത്തത് സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊത്തം ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മളിനി പ്ലാന്റ് കിങ്ഡത്തിൻ്റെ 4ാമത്തെ ഡിവിഷനിലേക്ക് വരികയാണ്. 4ാമത്തെ ഡിവിഷനാണ് ജിംനോസ്പെർം. ഇപ്പം എന്താ ജിംനോസ്പെർംസ് എന്ന് വെച്ചാൽ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആണ് ജിംനോസ്പെർം. ജിംനോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് നേക്കഡ് എന്നാണ്. സ്പെർം എന്ന് വെച്ചാൽ സീഡ്. ഇപ്പം നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആണ് ജിംനോസ്പെർം. എന്തുകൊണ്ടാണ് ഇവർ നേക്കഡ് സീഡ്സ് ആയത്? ഫെർട്ടിലൈസേഷന് മുന്നെയോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടോ ഇവർ സീഡിനെ കവർ ചെയ്തുകൊണ്ട് ഒവിളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് വാൾ അല്ലെങ്കിൽ ഫ്രൂട്ട് വാൾ ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഇവരെന്ത് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആയി മാറിയിട്ടുള്ളത്. ചെറിയ ഷ്രബ്, ട്രീസ്, ഹെർബ് ഒക്കെ ഈ വിഭാഗത്തിൽ വരും. ഇതിൽ വരുന്ന ഈ ജിംനോസ്പെർം എന്ന് പറയുന്ന ഈ ഡിവിഷനിൽ വരുന്ന ഏറ്റവും വലിയ ടോളസ്റ്റ് ട്രീ ആണ് സെക്വയ. ഓക്കെ, അപ്പോൾ എൻട്രൻസിനൊക്കെ പഠിക്കുന്നവർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈച്ച് ലൈൻ നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ, സെക്വയ. ഇനി നമുക്കിതിൻ്റെ മോർഫോളജി നോക്കാം. ഇതിൻ്റെ റൂട്ടിനെ കുറിച്ച്, സ്റ്റമ്മിനെ കുറിച്ച്, ലീഫിനെ കുറിച്ചിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് റൂട്ട് ജനറലി ഇവരിൽ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് കാണുന്നത്. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണെന്ന് അറിയാലോ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 2 തരത്തിലുള്ള റൂട്ട് സിസ്റ്റമാണുള്ളത്. ഏതൊക്കെയാ? ഫൈബ്രസ് റൂട്ടും ടാപ്പ് റൂട്ടും. നാരുവേര് പടലം, തായ് വേര് പടലം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ് വേര് പടലമാണ് ഈ ജിംനോസ്പെർമിൽ കാണാം. റൂട്ടിനെ ഒരു ചില അസോസിയേഷൻസ് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ഫംഗസുമായിട്ടുള്ള റൂട്ടിൻ്റെ അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. ഫംഗസും റൂട്ടും തമ്മിലുള്ള അസോസിയേഷൻ മൈക്കോറൈസ. പൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക. പിന്നെ സൈക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൽ കാണുന്ന അസോസിയേഷനാണ് കൊറലോയിഡ് റൂട്ട്സ്. കൊറലോയിഡ് റൂട്ട്സും നൈട്രജൻ ഫിക്സിങ് സൈനോബാക്ടീരിയയും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. സൈക്കസിലാണ് കാണാം. ഓക്കെ, ഇനി നമുക്ക് ലീവ്സിൻ്റെ കേസിലേക്ക് വരാം. ലീവ്സ് സിമ്പിൾ ലീവ്സ് കാണുന്നുണ്ട്, കോമ്പൗണ്ട് ലീവ്സ് കാണുന്നുണ്ട്.
സിമ്പിൾ ലീവ്സ് എന്ന് വെച്ചാൽ ഒരൊറ്റ ഇല. നമ്മൾ മോർഫോളജി എന്ന് പറഞ്ഞിട്ടില്ല, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയും. മനസ്സിലാക്കി വെക്കുക. ഇതിൽ സിമ്പിൾ ലീവ്സ് കാണും, കോമ്പൗണ്ട് ലീവ്സ് കാണുന്നുണ്ട്. അതിൽ തന്നെ സൈക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ് കാണുന്നത്. കോമ്പൗണ്ട് ലീവ്സിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അടുത്തതിൽ പഠിക്കട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സൈക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ് കാണാം. ഇനി ലീവ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജിംനോസ്പേമിലെ ലീവ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രീം കണ്ടീഷൻസിന് ഇവർക്ക് സർവൈവ് ചെയ്ത് പോരാൻ കഴിയും. They can withstand extreme temperature, humidity and wind. എക്സ്ട്രീം ടെമ്പറേച്ചറിനെയും എക്സ്ട്രീം ഹ്യൂമിഡിറ്റിയെയും എക്സ്ട്രീം വിൻഡിനെയും എല്ലാം ഇവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പോരാൻ കഴിയും. ഇനി കോണിഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജിംനോസ്പേമിലെ ഒരു സ്പീഷീസിൽ നീഡിൽ ലൈക്ക് ലീവ്സ് ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്രയാണ് ലീവ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഈ ഭാഗത്തു നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ജിംനോസ്പേമിൽ വാട്ടർ ലോസ്, ലീവ്സ് വഴിയുള്ള വാട്ടർ ലോസ്, അതായത് ട്രാൻസ്പിരേഷൻ, ലീവ്സ് വഴിയുള്ള വാട്ടർ ലോസ് തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്ലാന്റ്സ് സ്വീകരിച്ചിരിക്കുന്ന, അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 3 പോയിന്റാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഫസ്റ്റ് വൺ, വാട്ടർ ലോസ്. ലീവ്സ് വഴിയുള്ള വാട്ടർ ലോസ് എന്ന് പറയുമ്പം സ്റ്റൊമാറ്റോ വഴിയാണ് വാട്ടർ പോവുക. ആ സ്റ്റൊമാറ്റോ വഴിയുള്ള വാട്ടർ ലോസിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ. അപ്പോൾ ലീവ്സ് വഴിയുള്ള വാട്ടർ ലോസ് കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും, ജിംനോസ്പേമിൽ ട്രാൻസ്പിരേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് ഈ 3 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, തിക് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വാക്സി കവറിങ് ആണ്. ഇതുവഴി വാട്ടർ ലോസ് ഇവർ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞുള്ള നീഡിൽ ലൈക്ക് ലീവ്സ്. നീഡിൽ ലൈക്ക് ലീവ്സ് ആകുമ്പോഴുള്ള ഗുണം എന്താ? സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയുമ്പോൾ വാട്ടർ ലോസ് കുറയും. അടുത്തത് സങ്കൺ സ്റ്റൊമാറ്റ. ഇത്രയും ഫീച്ചേഴ്സാണ് ജിംനോസ്പേമിൽ ട്രാൻസ്പിരേഷൻ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലീവ്സ് വഴിയുള്ള വാട്ടർ ലോസ് തടയുന്നത്. അപ്പോൾ ഈ 3 പോയിന്റ്സ് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മിലേക്ക് വരാം. സ്റ്റെമ്മ് 2 രീതിയിലാകാം. ഒന്നുകിൽ ബ്രാഞ്ചഡ് സ്റ്റെം ആകാം, അല്ലെങ്കിൽ അൺബ്രാഞ്ചഡ് സ്റ്റെം ആകാം. ബ്രാഞ്ചഡ് അൺബ്രാഞ്ചഡ് അറിയാലോ, ഒന്നുകിൽ ശാഖകൾ ഉണ്ടാകും അല്ലെങ്കിൽ ശാഖകൾ ഉണ്ടാവില്ല. അപ്പം അത്തരത്തിലുള്ള സ്റ്റെമ്മാണ് കാണാം. ബ്രാഞ്ചഡ് സ്റ്റെം കാണുന്നത് പൈനസിലാണ്, അൺബ്രാഞ്ചഡ് സ്റ്റെം കാണുന്നത് സിട്രസിലാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിൽ എക്സാമ്പിൾസ് കൂടി ഒന്ന് പഠിച്ചു വെക്കാം. ജിംനോസ്പേമിന് എക്സാമ്പിൾസ് ആണ് സൈക്കസ്, പൈനസ്, ജിങ്കോ പ്ലാന്റ്സ് ആൻഡ് സിട്രസ്. ഇപ്പോൾ ഈ ജിങ്കോ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ജിങ്കോ. ഇപ്പോൾ ജിങ്കോ അതിനെ വിളിക്കുന്ന ഒരു പേരാണ്, ജിങ്കോ പ്ലാന്റിനെ വിളിക്കുന്നതാണ് ലിവിങ് ഫോസിൽ. അതായത് അതിനെ പോലെയുള്ള, പണ്ട് ഇതുപോലെയുള്ള ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് ജിങ്കോ പ്ലാന്റ്സിനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിവിങ് ഫോസിൽ. പണ്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, മറ്റേ പ്ലാന്റ് നശിച്ചു പോയി. അപ്പം പണ്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റിനോട് സിമിലർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജിങ്കോ പ്ലാന്റ്. അതുകൊണ്ട് ഇവരെ വിളിക്കും ലിവിങ് ഫോസിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജിംനോസ്പേമിൻ്റെ മോർഫോളജി, അല്ല അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ജിംനോസ്പേമിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജിംനോസ്പേമിൻ്റെ പ്ലാന്റ് ബോഡി എന്താണ്? ഒരു സ്പോറോഫൈറ്റ് ആണ്. പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. ഇവരിൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെം, ലീഫ് നമുക്ക് കാണാൻ കഴിയും. ഇവരും 2 രീതിയിലുള്ള സ്പോറുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഹെട്രോസ്പോറസ് ആണ്, അതായത് ഒരു മൈക്രോസ്പോറും ഒരു മെഗാസ്പോറും കാണുന്നുണ്ട്. മൈക്രോസ്പോർ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടും മെഗാസ്പോർ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റും ആയിട്ടും മാറും. ഓക്കെ, അപ്പം ഈ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാ? സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ്. സ്പൊറാഞ്ചിയം കാണുന്നത് സ്പോറോഫില്ലിൻ്റെ ഉള്ളിലാണ്. ഈ സ്പോറോഫിൽസ് കൂടിച്ചേർന്നിട്ടാണ് കോൺ അല്ലെങ്കിൽ സ്ട്രോബിലസ് ഫോം ചെയ്യുന്നത്. എന്താ പറയുക? സ്പോറോഫില്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് കോൺ അല്ലെങ്കിൽ സ്ട്രോബിലസ് ഫോം ചെയ്യുന്നത്. അതിനൊന്ന് റിവേഴ്സ് ആയിട്ട് ചിന്തിക്കാം.
ഈ സ്ട്രോബിലസിന്റെ മുകളിലാണ് സ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയും പറഞ്ഞൂടെ. അപ്പോൾ ഈ ജിംനോസ്പെർമിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ. ജിംനോസ്പെർമിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ. മെയിൽ കോൺ ഉണ്ട്, ഫീമെയിൽ കോൺ ഉണ്ട്. മെയിൽ കോൺ എന്ന് പറയുന്നത് ചെറുതാണ്. മൈക്രോസ്പോറോഫിൽസ് വെച്ചിട്ടാണ് മെയിൽ കോൺ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് മൈക്രോസ്പോറോഫിൽസ് കൂടി ചേർന്നിട്ടാണ് മെയിൽ കോൺ ഉണ്ടായിട്ടുള്ളത്. ഡിപ്ലോയിഡ് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്. ഇനി ഫീമെയിൽ കോൺ ലാർജ് ആണ്. മെഗാസ്പോറോഫിൽസ് കൂടി ചേർന്നിട്ടാണ് ഫീമെയിൽ കോൺ രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ മെയിൽ കോണും ഫീമെയിൽ കോണും ചില പ്ലാന്റ്സിൽ സെയിം പ്ലാന്റിൽ കാണാൻ സാധിക്കും. പൈനസിലൊക്കെയാണ് നമുക്ക് മെയിൽ കോണും ഫീമെയിൽ കോണും സെയിം പ്ലാന്റിൽ കാണാം. ഇനി സൈക്കസിന്റെ കേസിൽ മെയിൽ കോൺ ഫീമെയിൽ കോൺ ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റീപ്രൊഡക്ഷനിലേക്ക് പോകാം. റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാകണം, ഒരു ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാകണം. അപ്പം നമ്മുടെ മെയിൽ കോൺ മൈക്രോസ്പോറോഫിൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ മൈക്രോസ്പോറോഫില്ലിൻ്റെ ഉള്ളിലായിട്ടാണ് മൈക്രോസ്പൊറാഞ്ചിയം കാണുന്നത്. മൈക്രോസ്പോറോഫില്ലിൻ്റെ ഉള്ളിലാണ് മൈക്രോസ്പൊറാഞ്ചിയം കാണുക. ആ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ടായിരിക്കുക. മൈക്രോസ്പോർ മദർ സെൽസ് മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിൽ ഉണ്ടായിരിക്കും. ആ മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് മൈക്രോസ്പോറുകൾ ഫോം ചെയ്യും. 4 മൈക്രോസ്പോറുകളാണ് ഫോം ചെയ്യുന്ന മൈക്രോസ്പോർസ് ഒക്കെ എന്താണ്? ഹെപ്ലോയിഡ് ആണ്. ആ മൈക്രോസ്പോർസ് പിന്നീട് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്സ് ആയിട്ട് മാറും. അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ഓക്കെ, അപ്പം ഇതാണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകുന്ന സ്റ്റെപ്സ്. ഇപ്പോൾ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് മാത്രം പോരല്ലോ, റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇവിടെ ആരൂടെ വേണം? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് കൂടെ വേണം. അപ്പോൾ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എങ്ങനെ ഉണ്ടാവണം നോക്കൂ. ഫീമെയിൽ കോൺ മെഗാസ്പോറോഫിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മെഗാസ്പോറോഫില്ലിൻ്റെ ഉള്ളിലായിട്ടാണ് മെഗാസ്പൊറാഞ്ചിയം കാണുന്നത്. ആ സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് മെഗാസ്പോ മദർ സെൽസ് കാണാം. മെഗാസ്പോ മദർ സെല്ലിന് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് 4 മെഗാസ്പോറുകൾ ഫോം ചെയ്യും. ആ 4 മെഗാസ്പോർസും ഹെപ്ലോയിഡ് ആണ്. പക്ഷേ ആ 4 എണ്ണത്തിൽ 3 എണ്ണം നോൺ ഫങ്ഷണൽ ആണ്, അത് നശിച്ചു പോവും. 1 മാത്രമാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. ആ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എഗ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കൊരു മെയിൽ ഗ്യാമറ്റോഫൈറ്റും ഫോം ചെയ്തു, ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റും ഫോം ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താ? ഗ്യാമീറ്റുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ ഫ്യൂഷനാണ്. ഫെർട്ടിലൈസേഷൻ നടക്കണം. അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നമ്മൾ സിൻകമി എന്ന് കൂടെ പറയും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ 2 ഗ്യാമീറ്റ്സ് ഫോം ചെയ്തു. മെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനും ഫീമെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള എഗ്ഗും. ഇവ രണ്ടും ഫ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. ഇതിനുള്ള ഓവ്യൂൾസ് സീഡ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ജിംനോസ്പെർമിൽ ഇതിൻ്റെ റിപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, എഗ്ഗും പോളൻ ഗ്രെയിൻസും കൂടി ചേർന്ന് സൈഗോട്ട് എംബ്രിയോ ആകും, ഓവ്യൂൾസ് സീഡ് ആകും, സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും എന്തായിട്ട് മാറും? നമ്മുടെ പ്ലാന്റ് ബോഡി ആയിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജിംനോസ്പെർമിൻ്റെ അതിൻ്റെ റിപ്രൊഡക്ഷൻ. ഇനി നമ്മൾ പറയുന്നത് പ്ലാന്റ് കിങ്ഡത്തിലെ അവസാനത്തെ ഡിവിഷൻ ആയിട്ടുള്ള ആൻജിയോസ്പെർമ്സിനെ കുറിച്ചാണ്. അപ്പോൾ ആൻജിയോസ്പെർമ്സ് എന്താ? ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. നമുക്ക് ചുറ്റും കാണുന്ന ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവറിങ് ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഈ ആൻജിയോസ്പെർം എന്ന് പറയുന്ന ഈ ഒരു ഡിവിഷനകത്താണ്. പിന്നെ ജിംനോസ്പെർമ്സ് പോലെ തന്നെ ഇവരും സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് തന്നെയാണ്. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ്സ് എന്നല്ല, നേക്കഡ് സീഡ്സ് അല്ല. ഇവരുടെ സീഡ്സിനെ കവർ ചെയ്തും കൊണ്ട് ഫ്രൂട്ട് വാള് അല്ലെങ്കിൽ ഓവറി വാള് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ആൻജിയോസ്പെർമ്സിനെ 2 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ക്ലാസ്സസ് ആണ് മോണോകോട്ടിലിഡൻസ് ആൻഡ് ഡൈകോട്ടിലിഡൻസ്. മോണോകോട്ടിലിഡൻസും ഡൈകോട്ടിലിഡൻസ് എന്നും പറഞ്ഞ് ഈ ആൻജിയോസ്പെർമിനെ വീണ്ടും 2 ക്ലാസ്സസ് ആക്കി മാറ്റിയിട്ടുണ്ട്.
ചുരുക്കിയിട്ട് നമുക്ക് മോണോകോട്ടിലിഡൻസിനെ മോണോകോട്ട്സ് എന്ന് വിളിക്കാം, ഡൈക്കോട്ടിലിഡൻസിനെ ഡൈക്കോട്ട് എന്ന് വിളിക്കാം. അപ്പം എന്താ മോണോകോട്ടിലിഡൻസ്? സീഡ്സിന് ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് എന്ത്? മോണോകോട്ട്സ്. ഇനി സീഡ്സിൽ 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ അതാണ് എന്ത്? ഡൈക്കോട്ട്സ്. മോണോകോട്ട്സ് പ്ലാന്റ്സിന് എപ്പോഴും പാരലൽ വീനേഷൻ ആണ് ഉണ്ടായിരിക്കുക. ഡൈക്കോട്ട്സിന് റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ് ഉണ്ടായിരിക്കുക. എന്താ വീനേഷൻ? ഒരു ലീഫിൽ വെയിൻസ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആ വെയിൻസിന്റെ ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് വീനേഷൻ. നമ്മൾ മോർഫോളജിയിൽ പഠിക്കും. ഒരു ലീഫിലുള്ള വെയിൻസിന്റെ അറേഞ്ച്മെന്റ് ആണ് വീനേഷൻ. അപ്പോൾ മോണോകോട്ട് പ്ലാന്റ്സിൽ ആ വെയിൻസ് തമ്മിൽ പാരലൽ ആയിട്ടായിരിക്കും കാണാം. അതായത് ഗ്രാസസിലൊക്കെ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതൊക്കെ എന്താണ്? മോണോകോട്ട്സ് ആണ്. ഇനി ഡൈക്കോട്ട്സിലേക്ക് വരുന്ന സമയത്ത് അതൊരു നെറ്റ്വർക്ക് പോലെ ആയിരിക്കും കാണാം. അവരിൽ ആ വീനേഷനെ വിളിക്കുന്ന പേരാണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. ഓക്കെ. ഇനി നമ്മളൊരു ഫ്ലവറിങ് പ്ലാന്റ്സിൽ എന്താണ് 6 ഓർഗൻ എന്ന് പറയുന്നത്, റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് എന്താ? 6 ഓർഗൻ അല്ല, റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? അതിലെ ഫ്ലവർ ആണ്. ഫ്ലവറിങ് പ്ലാന്റ്സിലെ ഫ്ലവർ ആണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ആ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഫ്ലവറിന് 4 വേൾഡ്സ് ആണുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 വേൾഡ്സ്. ആ 4 വേൾഡ്സ് ഏതൊക്കെയാ? കാലിക്സ്, കൊറോള, ആൻട്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഇതാണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഭാഗങ്ങൾ. കാലിക്സ്, കൊറോള, ആൻട്രീഷ്യം, ഗൈനീഷ്യം. അപ്പോൾ കാലിക്സ് സെപ്പലുകൾ കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. കാലിക്സ് സെപ്പൽസ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുക. ഇനി കൊറോള പെറ്റൽസ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ആൻട്രീഷ്യം സ്റ്റേമൻസ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഗൈനീഷ്യം പിസ്റ്റിൽസ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ നേരെ റിവേഴ്സ് ആയിട്ട് കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് സെപ്പൽസ്, കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് പെറ്റൽസ്, ആൻട്രീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് സ്റ്റേമൻസ്, ഗൈനീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് പിസ്റ്റിൽസ്. നമുക്ക് ഇങ്ങനെയും പറയാം. ഈ കാലിക്സും കൊറോളയൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തി പൂവിനെ മനസ്സിലേക്ക് ഓർക്കാം. ആ ചെമ്പരത്തി പൂവില് നിങ്ങൾ കാണുന്ന, നമ്മളിപ്പോൾ ചുവന്ന ചെമ്പരത്തി പൂവാണ് എടുക്കണമെങ്കിൽ ആ ചുവന്ന നിറത്തിൽ കാണുന്ന ആ ഇതളുകളില്ലേ, അതെല്ലാം ആ 5 ഇതളുകളെയും കൂട്ടി വിളിക്കുന്ന പേരാണ് കൊറോള. ഇനി ആ പൂവിൻ്റെ ഞെട്ട് അടിയിൽ കാണുന്ന ഒരു പച്ച ഇതില്ലേ, ആ പച്ചയാണ് എന്ത്? അതിൻ്റെ കാലിക്സ്. ഓക്കെ. ഇനി നമുക്ക് ആൻട്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും കുറിച്ചിട്ട് പറയണം. ഇപ്പോൾ പറഞ്ഞു ആൻട്രീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റ് ആണ് സ്റ്റേമൻ. ഈ സ്റ്റേമന് 2 ഭാഗങ്ങളാണുള്ളത്, ആന്തർ ആൻഡ് ഫിലമെന്റ്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേമന്റെ സ്ട്രക്ചർ എന്ന് വിചാരിക്കുക. സ്ട്രക്ചർ തന്നെയാണ് ഇതാണ് എന്ത്? ഒരു സ്റ്റേമൻ. ഈ സ്റ്റേമന് 2 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക, ആന്തർ ആൻഡ് ഫിലമെന്റ്. ഈ നീണ്ട വടി പോലെ കാണുന്ന ഈ ഭാഗമാണ് അതിൻ്റെ ഫിലമെന്റ്. ഈ ഫിലമെന്റിന്റെ മുകളിലായിട്ട് കാണുന്ന സ്ട്രക്ചറാണ് ആന്തർ. അത് ബൈലോബ്ഡ് ആണ്. അതിന് 2 ലോബുകൾ ഉണ്ടായിരിക്കും ആന്തറിന്. അത്രയേ ഉള്ളൂ സ്റ്റേമിനെ കുറിച്ചിട്ട്. ഇനി അടുത്തത് നോക്കുക, ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ആ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഗൈനീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റ് ആണ് പിസ്റ്റിൽ. പിസ്റ്റിലിനും 3 ഭാഗങ്ങളാണുള്ളത്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. അപ്പോൾ ഇതാണ് ഒരു പിസ്റ്റിലിന്റെ സ്ട്രക്ചർ. ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഈ ഭാഗമാണ് സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന ഈ വടി പോലെയുള്ള ഈ ഭാഗമാണ് അതിൻ്റെ സ്റ്റൈൽ. സ്റ്റൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന അടിയിൽ കാണുന്ന വീർത്തിട്ടുള്ള സ്വളനായിട്ടുള്ള പാർട്ടാണ് ഓവറി. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്റ്റിലിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഇതിലെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ പറയുന്നത് ആൻജിയോസ്പേംസിന്റെ ലൈഫ് സൈക്കിള് എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഇതിലെ ഇവൻറ്റ്സ് എന്നൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മെയിൽ 6 ഓർഗൻ ആയിട്ടുള്ള സ്റ്റേമിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റേമിന് 2 ഭാഗങ്ങളാണുള്ളത്, ആന്തർ ആൻഡ് ഫിലമെന്റ്. ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് നമുക്ക് പോളൻ ഗ്രെയിൻസ് കാണാൻ സാധിക്കുക. അപ്പം എങ്ങനെയാണ് ആന്തറിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യണമെന്ന് നോക്കൂ. ആന്തറിൻ്റെ ഉള്ളിലാണ്
പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ല് കാണുന്നത്. ആന്തറിൻ്റെ ഉള്ളിലായി ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽസിന് കാണാം. ഈ പോളൻ മദർ സെൽസിന് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് അതിൽ നിന്നാണ് മൈക്രോസ്പോറുകൾ ഫോം ചെയ്യുന്നത്. പോളൻ മദർ സെല്ലിന് മിയോസിസ് നടക്കുന്നു, മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നു. ഈ മൈക്രോസ്പോർസ് ആണ് പിന്നീട് മെച്ചുറായി പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നത്. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. പോളൻ ഗ്രെയിൻസ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഇനി ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഗൈനീഷ്യത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലിന് 3 ഭാഗങ്ങളാണുള്ളത്. 3 ഭാഗങ്ങളായിരുന്നു ഇതൊക്കെ: സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഈ ഓവറിക്കകത്താണ് ഒവ്യൂൾസ് കാണാം. ഓവറിക്കകത്ത് ഒവ്യൂൾസ് ഉണ്ടായിരിക്കും. ആ ഒവ്യൂൾസിൻ്റെ അല്ലെങ്കിൽ ഓവറിൻ്റെ അവിടെ ഉള്ളിലായിട്ടാണ് ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒവ്യൂൾസിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് മെഗാസ്പോർ മദർ സെൽസ് കാണാം. ഒവ്യൂളിൻ്റെ ഉള്ളിലായിട്ട് മെഗാസ്പോർ മദർ സെൽസ് കാണും. ആ മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് 4 മെഗാസ്പോറുകൾ ഫോം ചെയ്യുന്നു. ഫോം ചെയ്യുന്ന മെഗാസ്പോർസ് ഹെപ്ലോയിഡ് ആണ്. 4 എണ്ണം ഫോം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ എന്താ നോൺ ഫങ്ഷണൽ ആണ്. 3 എണ്ണം നശിച്ചു പോകും. 1 മാത്രമാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. 4 മെഗാസ്പോർസിൽ 1 മാത്രമാണ് ഫങ്ഷണൽ ആയിട്ടുള്ള ഫങ്ഷണൽ മെഗാസ്പോർ. ആ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ പിന്നെ എന്തായിട്ട് മാറുകയാണ്? ഒരു എംബ്രിയോസാക്ക് ആയി ഡെവലപ്പ് ചെയ്യാണ്. എംബ്രിയോസാക്ക് ആണ് നമ്മുടെ അവിടുത്തെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. മെച്ചുർ ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു മെഗാസ്പോർ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആ മെച്ചുർ ആയിട്ടുള്ള ആ എംബ്രിയോസാക്കിൻ്റെ ഫിഗറാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ +2 ഇതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് വൃത്തിയായി മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. ഒരു മെച്ചുർ ആയിട്ടുള്ള എംബ്രിയോസാക്കിനകത്ത് മുകളിൽ ചെലാസെൽ എൻഡ്, താഴെ ഒരു മൈക്രോപൈലാർ എൻഡ്, പിന്നെ മുകളിൽ ചെലാസെൽ എൻഡിൻ്റെ അടുത്തായിട്ട് ഇവിടെ 3 സെൽസ് ഉണ്ട്. ആ 3 സെൽസിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. ഇനി മൈക്രോപൈലാർ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫിലിഫോം അപ്പാരറ്റസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എഗ് അപ്പാരറ്റസ് കാണാം നമുക്ക്. എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് 2 സെൽസിൻ്റെ ഒരു കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. ഒരു എഗ് സെല്ലും 2 സിനോജിക്സിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഈ എഗ് അപ്പാരറ്റസ്. പിന്നെ ഒരു സെൻട്രൽ സെല്ലുണ്ട്. ആ സെൻട്രൽ സെല്ലിനകത്ത് 2 പോളാർ ന്യൂക്ലിയൈ. ഇതാണ് ഒരു മെച്യൂർ എംബ്രിയോസാക്കിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഈ സെൻട്രൽ സെല്ലിനകത്ത് 2 പോളാർ ന്യൂക്ലിയൈ കാണാൻ സാധിക്കും. അടുത്ത സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഈ 2 പോളാർ ന്യൂക്ലിയൈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇവിടെയുള്ള ഈ 2 പോളാർ ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള ട്വിൻ കണ്ടീഷനിലുള്ള ഒരു സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും. അപ്പം എംബ്രിയോസാക്കിനകത്ത് ടോട്ടൽ 8 സെല്ലും 7 ന്യൂക്ലിയസുമാണ് ഉള്ളതെന്നാണ് പറയുക. അപ്പം എങ്ങനെയാണ് ഇവിടെ 7 ന്യൂക്ലിയസ് എന്നുള്ളതൊന്നും ഇപ്പം ഞാൻ പറയണില്ല, നമ്മൾ അടുത്ത വർഷം പഠിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. മെച്ചുറായിട്ടുള്ള ഒരു എംബ്രിയോസാക്കിനകത്ത് 8 സെല്ലും 7 ന്യൂക്ലിയസുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഇവിടെ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മുടെ എംബ്രിയോസാക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂഷൻ നടക്കണം, ഫെർട്ടിലൈസേഷൻ നടക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നടക്കണമെന്ന് നോക്കാം. ഈ പോളൻ ഗ്രെയിൻസ് ഏതെങ്കിലും പോളിനേറ്റിംഗ് ഏജൻസിൻ്റെ സഹായത്തോടു കൂടി, ആ പോളിനേറ്റിംഗ് ഏജൻസ് എന്തും ആകാം, ബട്ടർഫ്ലൈസ്, ബീസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബേർഡ്സ്, ആനിമൽസ് ഒന്നും കൂടാതെ വാട്ടർ, വിൻഡ്, എന്തുമാകാം പോളിനേറ്റിംഗ് ഏജൻസ്. അങ്ങനെ ഏതെങ്കിലും ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റിൻ്റെ സഹായത്തോടു കൂടി പോളൻ ഗ്രെയിൻസ് എവിടെ എത്തും? സ്റ്റിഗ്മയിലെത്തും. അങ്ങനെ പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. അപ്പോൾ എന്ത് നടന്നു? പോളിനേഷൻ നടന്നു കഴിഞ്ഞു.
സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുകയാണ് പോളൻ ഗ്രെയിൻസ്. അപ്പോൾ അവിടെ പോളിനേഷൻ നടന്നു കഴിഞ്ഞു. അങ്ങനെ പോളിനേഷൻ നടന്നു കഴിഞ്ഞ ഉടനെ അവിടെ പോളൻ ട്യൂബ് എമേർജ് ചെയ്യാൻ തുടങ്ങും. പോളൻ ട്യൂബ് സ്റ്റിഗ്മയിൽ നിന്ന് അടുത്തത് സ്റ്റൈൽ, പിന്നെ ഓവറി, ഓവറിൻ്റെ അകത്ത് ആര് ഓവ്യൂള്, ഓവ്യൂളിൻ്റെ ഉള്ളിൽ എംബ്രിയോ സാക്ക്. അപ്പം അങ്ങനെ ആ പോളൻ ട്യൂബ് വന്ന് എവിടെ എത്തി? എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലെത്തി. അങ്ങനെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ എത്തുന്ന സമയത്ത് പോളൻ ട്യൂബ് അവിടെ 2 മെയിൽ ഗ്യാമേറ്റിനെ ഡിസ്ചാർജ് ചെയ്യും. ആ 2 മെയിൽ ഗ്യാമേറ്റിനെ ഇവിടെ പോളൻ ട്യൂബ് ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന 2 മെയിൽ ഗ്യാമേറ്റിൽ ഒരു മെയിൽ ഗ്യാമേറ്റും നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലുള്ള ഒരു എഗ് സെല്ലും തമ്മിൽ ഫ്യൂഷൻ നടക്കും, കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു സൈഗോട്ട് ഫോം ചെയ്യും. അങ്ങനെ ആ സൈഗോട്ട് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിംഗമി. ഇനി രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റും ഇവിടെയുള്ള ഈ സെക്കൻഡറി ന്യൂക്ലിയസും കൂടി ചേർന്ന് ഒരു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. കാരണം ഇവിടെ 3 ന്യൂക്ലിയസുകളുടെ ഫ്യൂഷനാണ് നടക്കുന്നത്. മെയിൽ ഗ്യാമറ്റിനകത്തുള്ള ഒരു ന്യൂക്ലിയസ്, പിന്നെ അവിടെ സെക്കൻഡറി ന്യൂക്ലിയസിനുള്ള 2 ന്യൂക്ലിയസുകൾ കൂടി ചേർന്ന് 3 ന്യൂക്ലിയസിന്റെ ഫ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 2 ഫ്യൂഷൻ നടക്കുന്നുണ്ട്. സിംഗമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്യൂഷനും നടക്കുന്നുണ്ട്, പിന്നെ പറഞ്ഞ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്യൂഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 2 എണ്ണത്തിനും ആൻജിയോസ്പേമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണിത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. അങ്ങനെ 2 ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ പറയുന്നതാണെന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേമിന്റെ ലൈഫ് സൈക്കിളിലെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ. എല്ലാ ആൻജിയോസ്പേമിലും ഇത് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചേഞ്ചസാ വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇവിടെയുള്ള ആന്റിപോഡൽ സെൽസ് ഡീജനറേറ്റ് ചെയ്തു പോകും, സിനർജിഡ്സ് ഡീജനറേറ്റ് ചെയ്തു പോകും, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എൻഡോസ്പേം ആയിട്ട് മാറും. പിന്നെ ഈ എൻഡോസ്പേം ആണ് ഡെവലപ്പിംഗ് എംബ്രിയോക്ക് നറിഷ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ ഒവ്യൂൾസ് സീഡ്സ് ആയിട്ട് മാറും, ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറും. അപ്പൊ ഇത്രയാണ് ഒരു ആൻജിയോസ്പേമിന്റെ ലൈഫ് സൈക്കിളിൽ നടക്കുന്ന ഇവന്റ്സ്. അപ്പൊ ഇതോടുകൂടി ആൻജിയോസ്പേമിന് ഇത് പറയുന്നതോട് കൂടിയിട്ട് പ്ലാന്റ് കിങ്ഡത്തിലെ 5 ഡിവിഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള 5 ഡിവിഷൻസും നല്ല വൃത്തിയായിട്ട് പഠിക്കാം. ഇനി നമ്മൾ പറയുന്നത് ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തുള്ള പ്ലാന്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഈ ഭാഗം പറയുന്നതിന് മുന്നേ നമ്മൾ ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്ത് വന്നിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ്, ഈ 2 ടേംസ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. ആദ്യം പറഞ്ഞിട്ടുള്ളത് ഗ്യാമറ്റോഫൈറ്റ്. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഒരു ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ്. അത് ഗ്യാമീറ്റ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ്, ട്വിൻ കണ്ടീഷനിലുള്ളതാണ്. അത് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പോർട്സ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 2 ടേംസ് നമുക്ക് നല്ല ക്ലിയർ ആയിരിക്കണം. അപ്പൊ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിലും ഈ ഹെപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിക് ഫേസും ഈ ഡിപ്ലോയിഡ് ഹാമറ്റോഫൈറ്റിക് സ്പോറോഫൈറ്റിക് ഫേസും തമ്മിൽ ഒരു ഓൾട്ടർനേഷൻ ഉണ്ടായിരിക്കും. ഗ്യാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും, സ്പോറോഫൈറ്റ് ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഇങ്ങനെ ഈ 2 ഫേസസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓൾട്ടർനേഷൻ കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഈ പ്ലാന്റിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന ഈ ഗ്യാമറ്റോഫൈറ്റിക് ഫേസും സ്പോറോഫൈറ്റിക് ഫേസിന്റെയും ഡ്യൂറേഷൻ ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാകുക. ചിലതിൽ ഹാപ്ലോയിഡിക് ഫേസ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് എന്തായിരിക്കും? കൂടുതലായിട്ട് കാണാം. ചിലതിൽ സ്പോറോഫൈറ്റിക് ഫേസ് ആയിരിക്കും കൂടുതലായിട്ട് കാണാം. ചിലതിൽ ഇത് രണ്ടും ഈക്വൽ ആയിട്ടായിരിക്കും കാണാം. അപ്പം പ്ലാന്റിന്റെ ലൈഫ് സൈക്കിളിലുള്ള ഈ ഓരോ ഫേസിന്റെയും, ഗ്യാമറ്റോഫൈറ്റിക് ഫേസിന്റെയും സ്പോറോഫൈറ്റിക് ഫേസിന്റെയും ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാന്റ്സിനെ അതിന്റെ ലൈഫ് സൈക്കിളിനെ 3 ആക്കിയിട്ട് തരംതിരിക്കാം. അതാണ് ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആൻഡ് ഹെപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പൊ അതിൽ ആദ്യത്തത്
ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. അപ്പം നമുക്ക് ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ നോക്കാം. ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ പേരിൽ തന്നെയുണ്ട് ഹെപ്ലോണ്ടിക്. അപ്പം ഹെപ്ലോയിഡ്, നമുക്കതിനെ ഹെപ്ലോയിഡ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഡൊമിനൻ്റ് ആയിട്ടുള്ള, ഇവരുടെ ലൈഫ് സൈക്കിളിലെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഹെപ്ലോയിഡ് ഫേസ് ആണ്. അതായത് ഗ്യാമറ്റോഫൈറ്റ് ആണ് ഇവരുടെ ലൈഫ് സൈക്കിളിലെ ഡൊമിനൻ്റ് ഫേസ്. ഇത്രയും ഭാഗം ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എന്താണ്? ഹെപ്ലോയിഡ് കണ്ടീഷനാണ്, ഗ്യാമറ്റോഫൈറ്റിക് കണ്ടീഷനാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് സ്പോറോഫൈറ്റിക് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ കാണിച്ചിരിക്കുന്നത്. അതേതാണ്? സൈഗോട്ട് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഡൊമിനന്റ് ഫ്രീ ലിവിങ് ഫോട്ടോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഒരു ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഇവിടെ ഫ്രീ ലിവിങ് സ്പോറോഫൈറ്റ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ഭാഗമേ ഉള്ളൂ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സൈഗോട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചേക്കുക. എക്സാമ്പിൾസ് പറയുന്നത് വോൾവോക്സ്, ക്ലാമിഡോമോണാസ്, സ്പൈറോഗൈറ, ഓളോത്രിക്സ്. അപ്പോൾ ഇത്രയാണ് എന്ത്? ഹെപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അടുത്തത് ഇനി നമ്മൾ പറയുന്നത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഈ പേരിൽ തന്നെയുണ്ട് ഡിപ്ലോ. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ഫേസ് ആണ് ഈ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിലെ ഡൊമിനന്റ് ഫേസ്. നിങ്ങൾ ഫിഗർ ഒബ്സർവ് ചെയ്ത സമയത്ത് നിങ്ങൾക്കത് ക്ലിയർ ആകും. ആകെ ഈ ഒരു പോർഷൻ മാത്രമാണ് ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത്. അതായത് സിംഗിൾ ടു ഫ്യൂ സെൽഡ് ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ്സ് ആണ് ഈ ഗ്യാമറ്റോഫൈറ്റിക് ഫേസിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് വളരെ കുറച്ചുള്ളൂ. ബാക്കി മെജോറിറ്റി ഒരു 90% എന്താണ്? ട്വിൻ കണ്ടീഷനാണ്, ഡിപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഓക്കെ, അപ്പം ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഈസ് ദി ഡൊമിനന്റ് ഫോട്ടോസിന്തറ്റിക് ഇൻഡിപെൻഡന്റ് ഫേസ് ഓഫ് ദി പ്ലാന്റ്. സ്പോറോഫൈറ്റ് ആണ് ഡൊമിനന്റ്. ഗ്യാമറ്റോഫൈറ്റിക് ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സിംഗിൾ ടു ഫ്യൂ സെൽ ഹെപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾസും കൂടി ഇവിടെ പഠിച്ചു വെക്കണം. എല്ലാ സീഡ് ബിയറിംഗ് പ്ലാന്റ്സും ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നവയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ജിംനോസ്പെംസ്, ആൻജിയോസ്പെംസ് കൂടാതെ ഫ്യൂക്കസ് എന്ന് പറയുന്ന ആൽഗയും എന്താണ്? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത്. ഇനി ലാസ്റ്റിലെ ലൈഫ് സൈക്കിൾ നോക്കുക, ഹെപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പോൾ പേരിൽ തന്നെയുണ്ട് ഹെപ്ലോ ഡിപ്ലോണ്ടിക്. ഇതെന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ ആണെന്ന് നമുക്ക് പറയാം. രണ്ടും ഹെപ്ലോണ്ടിക് ഫേസും ഡിപ്ലോണ്ടിക് ഫേസും, ഗ്യാമറ്റോഫൈറ്റും നമ്മുടെ സ്പോറോഫൈറ്റിക് ഫേസും രണ്ടും എന്താണ്? മൾട്ടി സെല്ലുലർ ആണ്, ഫ്രീ ലിവിങ് ആണ്. രണ്ടും ഏകദേശം ഒരേ ഇതിൽ തന്നെയാണ് വരുന്നത്. ഒന്ന് ഡോമിനൻ്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഫിഗർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫിഗർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ബോത്ത് സ്പോറോഫൈറ്റിക് ആൻഡ് ഗ്യാമറ്റോഫൈറ്റിക് ഫേസസ് ആർ മൾട്ടി സെല്ലുലർ ആൻഡ് ഫ്രീ ലിവിങ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ, കെൽപ്സ്. ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത്. ഇതിൽ എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ, കെൽപ്സ് ഇത് മൂന്നും എന്താണ്? ആൽഗീസ് ആണ്. അപ്പോൾ ഈ ലൈഫ് സൈക്കിളും ആൾട്ടർനേഷനും ജനറേഷനും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 3 മാർക്കിന് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളൊരു പോർഷനാണിത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പ്ലാൻ കിങ്ഡം ഇവിടെ ഫിനിഷായി. അപ്പം നന്നായിട്ട് പഠിക്കാം. കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ് പ്ലാൻ കിങ്ഡം.